ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമ്മുടെയൊക്കെ ബാല്യകാലത്തിൽ നമ്മുടെ അധ്യാപകർ പറഞ്ഞു തന്ന ഒരു കഥ ഇപ്പോഴും മനസ്സിലുണ്ട്. ഏതൊരു ലോക ക്ലാസിക്കിലുള്ളതാണെന്നാണ് ഓർമ്മ. ഏതായാലും ആ കഥയ്ക്ക് വളരെ പ്രസക്തിയുണ്ട്. അതാണ് ഒരു അമ്മ, അദ്ദേഹത്തിൻ്റെ ഭർത്താവ് നന്നേ ചെറുപ്പത്തിൽ മരിച്ചുപോയി. ഒരു കുഞ്ഞുണ്ട്, കൈക്കുഞ്ഞാണ്. വളരെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി അവരാ കുട്ടിയെ വളർത്തി, നന്നായിട്ട് വളർത്തി. അവൻ മിടുക്കനായി. അന്ന് അവിടെ നല്ല ഉദ്യോഗവും കിട്ടി. പഴയ കാലത്തെ കഥയാണ്. കുട്ടിക്ക് വിവാഹപ്രായമായി. അമ്മ അവന് വിവാഹം കഴിക്കാനുള്ള ഏർപ്പാട് ചെയ്തു. വിവാഹം കഴിഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞപ്പം ഈ വന്ന പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് താമസിക്കണമെന്ന് ആഗ്രഹമായി. മകന് വിഷമായി. കാരണം താൻ ഒരാളെ അമ്മയ്ക്കുള്ളൂ. മാറി താമസിച്ച അമ്മ ഒറ്റയ്ക്കാവും. ഭാര്യയെ പിണക്കാനും വയ്യ. അപ്പോൾ ഈ ത്രിശങ്കു സ്വർഗത്തിൽ നിൽക്കുന്ന പുത്രൻ്റെ ദുഃഖം കണ്ടപ്പം അമ്മയ്ക്ക് മനസ്സിലായി. അമ്മ ചോദിച്ചു, മക്കൾ എന്താ നിൻ്റെ പ്രശ്നം, എന്താ നിനക്ക് വിഷമം? ആ അമ്മയും മകനും വലിയ കൂട്ടാണ്. അതുകൊണ്ട് മകൻ പറഞ്ഞു, അമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കണമെന്നുണ്ട്, മാറി, എനിക്കത് വിഷമമാണ്. അമ്മ പറഞ്ഞു, മക്കളെ നീ സന്തോഷമായിട്ടിരിക്കണം, അമ്മയ്ക്ക് അതേ താല്പര്യമുള്ളൂ, മാറി താമസിച്ചോളൂ, എന്നും വന്ന് അമ്മയെ കണ്ടാൽ മതി. ഇങ്ങനെ കുറച്ച് അകലെ മാറി താമസിച്ചു. ഇയാളെന്നും അമ്മയെ കാണാൻ പോകും. അപ്പം ഇന്ന് അമ്മയിൽ നിന്നും അകറ്റാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഭാര്യ ഇങ്ങനെ ചെയ്തത്. ഒരു കഥയാണ്, ആ രീതിയിൽ കേൾക്കണം. ഭാര്യ പറഞ്ഞതനുസരിച്ച് എന്നും അമ്മയെ കാണാൻ പോകുന്നത് ഭാര്യയ്ക്ക് അത്ര താല്പര്യമുള്ള കാര്യമല്ല. അപ്പോൾ ചോദിച്ചു, എന്തിനെങ്ങനെ എപ്പോഴും കാണാൻ പോകുന്നു? അപ്പോൾ അതൊരു സ്വൈര്യക്കേടായിട്ട് മാറി. ഉടൻ തന്നെ വീണ്ടും എന്നും ചെല്ലുമ്പോഴും മകൻ്റെ വിഷാദം കാണുമ്പോൾ അമ്മ ചോദിക്കും, നിനക്ക് എന്താ പറ്റിയേ? ഞാൻ എന്നും ഇവിടെ വരും, നമുക്ക് ഇഷ്ടമല്ല അമ്മേ. മക്കൾ ആഴ്ച ഒരിക്കൽ വന്നാൽ മതി, നീ സന്തോഷമായിട്ടിരിക്കണമെന്ന് മാത്രമേ അമ്മയ്ക്ക് താല്പര്യമുള്ളൂ. അങ്ങനെ ആ മകൻ ആഴ്ചയിലൊന്ന് വരാൻ തുടങ്ങി. അതും ഭാര്യയ്ക്ക് അതൃപ്തിയായപ്പോൾ ആ വരവ് മാസത്തിലൊന്നായിട്ട് മാറി. മാസത്തിലൊന്ന് വരുമ്പോഴും അതും ബുദ്ധിമുട്ട് വന്നു. അവളുടെ മുഖം വീർപ്പിച്ചിരിക്കണ കാണുമ്പം ഇയാൾ വിഷമിച്ച് ചെല്ലുമ്പം അമ്മ അതിൻ്റെ കാരണം തിരക്കുമ്പോൾ കാര്യം മനസ്സിലായതുകൊണ്ട് ആ അമ്മ മകനോട് പറഞ്ഞു, മക്കളെ 3-4 മാസം കൂടുമ്പോൾ വന്നാൽ മതി. അങ്ങനെ നീണ്ട് വർഷത്തിലൊരിക്കലായി അമ്മയെ കാണാൻ പോകല്. മകനെ കാണാത്ത ദുഃഖമെല്ലാം തൻ്റെ ഉള്ളിൽ ഒതുക്കി മകൻ സന്തോഷമായിരുന്നാൽ മതി എന്ന ആ സങ്കല്പത്തിൽ അമ്മ തൻ്റെ വിഷമമൊന്നും പുറത്ത് കാണിച്ചില്ല. ഏതു വിധത്തിലും ഭർത്താവിനെ അമ്മയിൽ നിന്ന് അകറ്റി തൻ്റെ അടുത്ത് ആക്കി മാറ്റാൻ ഈ ഭാര്യ ശ്രമിച്ചിട്ട് നടക്കുന്നുമില്ല. അപ്പോൾ അവർക്ക് അതനുസരിച്ച് ദേഷ്യവും പകയും കൂടി. അപ്പോൾ ഒരിക്കൽ ഇവർക്കൊരു മാറാരോഗം പോലെ വന്നു. ഒരു വൈദ്യരെ പോയി കണ്ടു, അതിൻ്റെ ചികിത്സയും കുറിച്ചു. അന്ന് മകൻ അമ്മയെ കാണാൻ വരുമ്പം വല്ലാതെ ദുഃഖിച്ചാണ്. കാര്യം ചോദിച്ചു, അമ്മ എന്താ നിൻ്റെ പ്രശ്നം? ഭാര്യയ്ക്ക് സുഖമില്ല. എന്താ അവളുടെ അസുഖം ചോദിച്ചു. അപ്പോൾ എന്തോ രോഗം ഗുരുതരമാണ്, വളരെ വിരളം പേർക്ക് വരുന്നൊരു അസുഖമാണ് അവർക്ക് വന്നിട്ടുള്ളത്. അതൊരു ഒറ്റമൂലിയേ ഉള്ളൂ, ആ ഒറ്റമൂലി കിട്ടാൻ പാടാണ്. അമ്മ പറഞ്ഞു, അവൾക്ക് സുഖപ്പെട്ടാൽ നിനക്ക് സന്തോഷമാവില്ലേ? നിൻ്റെ സന്തോഷത്തിന് വേണ്ടി ആ മരുന്ന് ഈ ലോകത്തിൽ എവിടെ ഉണ്ടെങ്കിലും അമ്മ കൊണ്ടുതരാം. അങ്ങനെ ഈ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി. അപ്പം മകൻ പറഞ്ഞു, അമ്മയെ ആ മരുന്ന് കിട്ടാൻ പാടാണ്, അമ്മ അത് നോക്കണ്ട. ഇല്ല, എനിക്കത് അറിയണം. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ആ ഒറ്റ മൂലിയിലെ ഒരു കൂട്ട് ആണ് കിട്ടാൻ വിഷമം. അത് മകൻ പറയുകയാണ്, അമ്മേ, വൈദ്യര് പറഞ്ഞത് കഷായത്തിൻ്റെ കൂടെ അമ്മയുടെ കരൾ ചേർത്ത്
വേണം മരുന്ന് സേവിക്കാൻ. അമ്മ ഒന്നും മിണ്ടിയില്ല, നിർവികാരിയായിട്ടത് കേട്ടു. ഇത്രയേ ഉള്ളോ പ്രശ്നം, നീ ഇവിടെ ഇരിക്ക്, ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞ് അമ്മ മുറിക്കകത്തേക്ക് പോയി, വീടിൻ്റെ അകത്തേക്ക് പോയി. മകൻ സന്ധ്യാസമയമാണ്, ഇരുട്ട് വീണ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അമ്മ അകത്ത് കയറി. ഒരു 8-10 മിനിറ്റ് കഴിഞ്ഞപ്പം മക്കളെ വരൂ എന്ന് പറഞ്ഞൊരു നിലവിളി ശബ്ദം. മകൻ ഓടി അകത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് അമ്മ തൻ്റെ കരൾ പറിച്ചെടുത്ത് മകനോട് നീട്ടിപ്പിടിച്ചിട്ട് പറയാണ്, ഇത് കൊണ്ടേ കൊടുക്കൂ, അവരുടെ അസുഖം മാറട്ടെ, നീ സന്തോഷമായിട്ടിരിക്കൂ. കഥ ചോദ്യം ചോദിക്കരുത്, കാൽപ്പനികമായൊരു കഥയാണ്. മകൻ ഈ കരളും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഇടിവെട്ടി ഭീകരമായി മഴ പെയ്യാൻ തുടങ്ങി. ഇയാൾ ഇതായിട്ട് ഓടുകയാണ്. ഓടുമ്പോൾ ഓടുതട്ട പാടത്തിൻ്റെ മുകളിലൂടെയാണ് ഓട്ടം. അപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മഴ ആരംഭിച്ചു. പ്രകൃതിക്ക് പോലും താങ്ങാനാവാത്ത അവസ്ഥ. ആ സമയത്ത് ഇയാൾ ഒരു മൺകട്ടയെ തട്ടി ഇയാൾ തെറിച്ച് വീഴുക. കയ്യിൽ പിടിച്ച ആ അമ്മയുടെ കരളും തെറിച്ച് വീണു. അപ്പം ഈ വീണ മകൻ മുഖത്തൊക്കെ ചെളിയായി പെടഞ്ഞെഴുന്നേൽക്കുമ്പം അമ്മയുടെ ശബ്ദം കേൾക്കുക, മക്കളെ നിനക്ക് വല്ലതും പറ്റിയോ, നിനക്ക് വല്ലതും പറ്റിയോ. എവിടെ നിന്നാണ് അമ്മയുടെ സ്വരം ഉയർന്നത് എന്നയാൾ ചുറ്റും നോക്കുമ്പോൾ കാണുന്നത് ഈ കയ്യിൽ നിന്നും തെറിച്ചു പോയ കരൾ സ്പന്ദിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ചോദിക്കുകയാണ്, മക്കളെ നിനക്ക് വല്ലതും പറ്റിയോ. മരണശേഷവും അമ്മ മക്കളുടെ ഒപ്പം ഉണ്ടാകും എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ആ കഥാകൃത്ത് സങ്കല്പിച്ച ഒരു കഥയാണിത്. എത്രമാത്രം അമ്മ മക്കളെ സ്നേഹിക്കുന്നുണ്ട്, മക്കളെ ഓമനിക്കുന്നുണ്ട്. താൻ തൻ്റെ മക്കളെങ്ങനെ സ്നേഹിക്കുന്നു, ഓമനിക്കുന്നു എന്ന കാര്യം മക്കളറിയണം. അതുപോലെ വേണം മക്കളെ വളർത്താൻ. ആ മക്കളിൽ നന്മയുടെ അല്ലെങ്കിൽ മൊറാലിറ്റിയുടെ ആദ്യ പാഠങ്ങൾ ഇത്തരം കഥകളിലൂടെ അമ്മ മക്കളുടെ ഉള്ളിൽ നടണം. അപ്പോഴേ ഒരു നല്ല ബാല്യം അവർക്കുണ്ടാവുള്ളൂ. ആ നല്ല ബാല്യമാണ് പിൽക്കാലത്ത് അവൻ ഈ നാടിന് നന്മയാണോ തിന്മയാണോ വിതയ്ക്കുക എന്ന് നിശ്ചയിക്കുകയും